സലാം, അമ്പലപ്പുഴയിൽ അങ്ങയുടെ നാട്ടിൽ ഒരു ഹൃദ്രോഗ ചികിത്സ ആവശ്യം വന്നാൽ, ഒരു കിഡ്നി മാറ്റിവെക്കൽ ആവശ്യം വന്നാൽ ഇപ്പൊ എന്ത് ചെയ്യണം? അങ്ങയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കും. ആ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ ഒരു ദിവസത്തെ ഓട്ടത്തിന്റെ വരുമാനം ഈ കമ്മിറ്റിക്ക് കൊടുക്കും. നാട്ടിലെ കുട്ടികളടക്കം, നാട്ടിലെ സാധാരണക്കാർ, വ്യാപാരികളൊക്കെ ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും. പ്രവാസികൾ ധാരാളമായി സംഭാവന ചെയ്യും. ബസ്സുകാർ ഒരു ദിവസത്തെ ട്രിപ്പ് മുടക്കി, അല്ലെങ്കിൽ ബസ്സുകാർ ഒരു ദിവസത്തെ വരുമാനം ആ ഫണ്ടിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇന്ന് നാട്ടിൽ ഹൃദ്രോഗ ചികിത്സ, അല്ലെങ്കിൽ ഹാർട്ട് സർജറി, അതല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ, ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് മുഴുവൻ ചികിത്സ നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സലാം ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തിരുന്നെങ്കിൽ ആ റെക്കമെൻഡേഷൻ ലെറ്റർ തന്നെ ആ ചികിത്സയ്ക്ക് വേണ്ട പണം പാസ്സാക്കി കൊടുത്തിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇന്ന് നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ട, കോൺഗ്രസ്സുകാരെ വിട്ടേക്ക് ഏതെങ്കിലും ഒരു CPM ചികിത്സകൾ നടത്തി കൊടുക്കുന്നുണ്ടോ? സലാമിന്റെ നാട്ടിൽ ബ്രാഞ്ച് സെക്രട്ടറി ചികിത്സകൾ നടത്തി കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. അപ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ചികിത്സ കിട്ടാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കാരുണ്യ ബലൻ ഫണ്ട് അട്ടിമറിച്ചാൽ നിങ്ങൾ ഇന്ന് നാട്ടിലെ പാവപ്പെട്ടവൻ ചികിത്സ കിട്ടുന്നുണ്ടോ? നാട്ടിൽ പണപ്പിരിവ് നടത്തണം, അല്ലെങ്കിൽ ഇവിടുത്തെ നന്മമനങ്ങൾ വന്ന് വീഡിയോ പിടിച്ച് അങ്ങനെ പണം പിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. അതല്ലാതെ നാട്ടിലെ ജനങ്ങൾ പിരിച്ചിട്ടാണ് പണപ്പിരിവ് നടത്തി, പാട്ടപ്പിരിവ് നടത്തിയാണ് നാട്ടിലെ ജനങ്ങൾ ഇപ്പൊ ചികിത്സിക്കുന്നത്. നിങ്ങൾ ഇതുപോലും കാണുന്നുണ്ടോ? ഇത് കണ്ടിട്ടാണോ നിങ്ങൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് മേഞ്ഞടിക്കുന്നത്? ഉമ്മൻചാണ്ടി സർക്കാർ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു കേരളത്തിലെ ആരോഗ്യരംഗത്ത്. നിങ്ങൾ അതുകൊണ്ട് തകർത്തവരാണ്. ആ മെഡിക്കൽ കോളേജുകൾ പോലും, ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ പോലും ഇന്ന് നിങ്ങൾ ഫണ്ട് അനുവദിക്കാതെ തകർത്ത് തരിപ്പണമാക്കില്ലേ? കാസർഗോഡ് നിങ്ങൾ പോയി നോക്ക്, വയനാട്ടിൽ പോയി നോക്ക്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്, 2 മെഡിക്കൽ കോളേജുകൾ. ഏറ്റവും അധികം ആരോഗ്യ ചികിത്സാ രംഗത്ത് കേരളം ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന 2 ജില്ലകളിൽ പോലും നിങ്ങൾ കാര്യക്ഷമമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കോവിഡ് കാലത്ത് കാസർഗോഡ് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസത്തിന് വല്ല കയ്യും കണക്കുണ്ടോ? നിങ്ങൾ എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും കാസർഗോഡ് വയനാട് മാത്രം പോയി നോക്കിയാൽ മതി. നിങ്ങളുടെ ഈ ആരോഗ്യരംഗത്തെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കാണാം.